ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തു. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇരുവരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ചന്ദന മോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് അജ്മൽ. ഇന്നലെ വൈകിട്ട് 5:45 അപകടം. അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ മൈനാഗപ്പള്ളി ആനൂർക്കാവ് സ്വദേശികളായ ഫൗസിയെയും കുഞ്ഞുമോളും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ കൂട്ടാക്കിയില്ല. വീണുകിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി. ഗുരുതര പരിക്കേറ്റ കുഞ്ഞുമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ നാട്ടുകാരെ പറ്റിച്ച അജ്മൽ ഒളിവിൽ പോയി. പിന്നാലെ പിന്തുടർന്ന പോലീസ് സംഘമാണ് അജ്മലിനെ അറസ്റ്റ് ചെയ്തത്. ഡോക്ടർ ശ്രീകുട്ടിക്കും അജ്മലിനുമെതിരെ ജാമ്യമില്ലാ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നരഹത്യാ കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തി. അജ്മലിനെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അമിത വേഗതയിൽ അലക്ഷ്യമായി എത്തിയ കാറാണ് അപകടമുണ്ടാക്കിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജസ്റ്റ് ക്രോസ് ചെയ്യുമായിരുന്നു. ക്രോസ് ചെയ്യാൻ അവര് കറക്റ്റായിട്ടാണ് ക്രോസ് ചെയ്ത്. ആ വണ്ടി റോങ് സൈഡിൽ വരുമായിരുന്നു. വന്ന് അവരെ ഇടിച്ചിട്ടപ്പോ ജസ്റ്റ് അടിയിലോട്ടൊന്ന് കയറിയതേ ഉള്ളു. ഞങ്ങൾ എല്ലാരും ഇവിടെ കിടന്ന് കൂവി വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്. അയാള് വണ്ടി ആ പുറത്തുകൂടെ എടുത്തതിന്റെ പേര് മാത്രമാണ് ഇത്ത മരണപ്പെട്ടത്. പിന്നീടുള്ള യാത്രയിലും അജ്മൽ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചെന്നും പോലീസിന് വിവരം ലഭിച്ചു. മദ്യലഹരിയിലായിരുന്നു ഇരുവരുടെയും യാത്ര. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 2 ആഴ്ചയ്ക്കകം സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ റൂറൽ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു. സംഭവത്തിന് പിന്നാലെ ഡോക്ടർ ശ്രീകുട്ടിയെ പുറത്താക്കിയെന്ന വലിയത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റും അറിയിച്ചു. 24 കൊല്ലം. ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് അജ്മൽ ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. അത് പിന്നീട് അടുത്ത സൗഹൃദമായി മാറുകയായിരുന്നു. ചുരുങ്ങിയ സൗഹൃദ കാലത്തിനിടയിൽ 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്ന് അജ്മൽ വാങ്ങിയത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശി ഷാജി സുരഭി ദമ്പതികളുടെ മകളായ ശ്രീകുട്ടി 2017 MBBS പാസ്സായത്. സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശ്രീകുട്ടി MBBS പഠനത്തിനിടയിലാണ് വിവാഹിതയാവുന്നത്. 1 വർഷം മാത്രമാണ് വിവാഹബന്ധം തുടർന്നത്. കഴിഞ്ഞ 1 വർഷമായി വല്യത്ത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം മുമ്പാണ് അജ്മലുമായി സൗഹൃദത്തിലാവുന്നത്. ചികിത്സയ്ക്കായി എത്തിയ അജ്മൽ ആ സൗഹൃദം മുതലെടുക്കുകയായിരുന്നു. 2 മാസത്തെ സൗഹൃദം 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്നും അജ്മൽ ഇതിനിടയിൽ തട്ടിയെടുത്തത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തക്കതിൽ 27-കാരനായ അജ്മൽ കൊറിയോഗ്രാഫർ എന്ന നിലയിലാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. 6 ക്രിമിനൽ കേസിൽ പ്രതിയായ അജ്മൽ ചന്ദനം കടത്ത് കേസിലും പ്രതിയാണ്. അരുൺ രാജ്, 24 കൊല്ലം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. നിപ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറം നടുവത്ത് രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറിയിലാണ് പ്രാഥമിക പരിശോധന നടത്തുക. മരിച്ച 23 വയസ്സുകാരന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്കമുണ്ടായ കൂടുതൽ പേരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. ചെറിയ തോതിലെങ്കിലും നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയ 10 പേരുടെ സാമ്പിളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ശേഖരിച്ചത്. ഇതിൽ 5 പേർ ഐസൊലേഷനിലാണ്. സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ വെച്ച് പരിശോധിക്കും. നിപ ബാധിച്ചു മരിച്ച 23-കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് വെല്ലുവിളിയെങ്കിലും പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 22-ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം എവിടെയെല്ലാം പോയി എന്ന കൃത്യത വരുത്താൻ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. ഇതിനുശേഷം റൂട്ട് മാപ്പ് തയ്യാറാക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരംഭിച്ച ഫീവർ സർവേ തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കും. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ നിലവിൽ വന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സ്കൂൾ, കോളേജ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും അനുവാദമില്ല. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. 151 പേർ നിലവിൽ ക്വാറന്റൈനിലാണ്.
മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിലാണ്. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് വിവരം കൈമാറി. 24 മലപ്പുറം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുറത്ത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവ് 75,000 രൂപ എന്നാണ് അനുമാനം. ദുരന്ത ബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിവരും. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ആവശ്യങ്ങളുടെ പട്ടികയാണ് ഇത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് വിശദീകരിച്ചു. കാണാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് സ്റ്റോറി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നിരത്തുന്നത്. 359 മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ കണക്കാക്കുന്നത് 2,76,00,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചെലവ് 75,000 രൂപ. വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിനും വാഹന സൗകര്യത്തിനുമായി 14 കോടി രൂപയും താമസത്തിന് 15 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ്. വാഹനങ്ങളിലെ ഇന്ധനത്തിന് 4 കോടി രൂപ. ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രം വിതരണം ചെയ്യാൻ 11 കോടി രൂപയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ക്യാമ്പിൽ ഭക്ഷണ വിതരണത്തിന് 8 കോടി രൂപ. 17 ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി രൂപ. രക്ഷാകരമായി വന്ന എയർഫോഴ്സിന് ഹെലികോപ്റ്റർ ചാർജായി കൊടുക്കേണ്ടി വരിക 17 കോടി രൂപ. ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് 1 കോടി രൂപ. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് 15 കോടി രൂപയെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വിവരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് നൽകാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ പ്രാഥമിക കണക്കിലാണിതെന്നും ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുകയല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ചെലവ് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി. ചില പ്രധാനപ്പെട്ട ദേശീയ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി വാർത്താ മഴ കടക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം നാളെ രാജിവെക്കും. നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേരുകൾ ഉൾപ്പെടെ പരിഗണനയിലുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയെ നേരിൽ കണ്ടാകും രാജിക്കത്ത് കൈമാറുക. നാളെ വൈകിട്ട് 4:30 ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും രാജി സമർപ്പിക്കും. നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. രാവിലെ 11 മണിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം ചേരുന്നത്. മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവർക്ക് പുറമെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനവും നിർണായകമാകും. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആം ആദ്മി നേതാവ് രാഘവ് ചദ്ധയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷമുള്ള തുടർനീക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനായി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. 24 ഡൽഹി. ജമ്മുകാശ്മീർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 24 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. ജമ്മുകാശ്മീരിനെ ഭീകരവാദത്തിന്റെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും ശ്രമമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കുറ്റപ്പെടുത്തി. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരക്ഷാ ഏജൻസികളിൽ നിന്നും റിപ്പോർട്ട് തേടി. ജമ്മുകശ്മീരിലെ 90 അംഗ നിയമസഭയിലേക്ക് വാശിയേറിയ മത്സരമാണ് ഇത്തവണ. ബുധനാഴ്ച നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 24 മണ്ഡലങ്ങൾ വിധിയെഴുതും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് കശ്മീരിലേത്. 370 അനുച്ഛേദം ചരിത്രമായെന്നും ആര് വിചാരിച്ചാലും മടക്കിക്കൊണ്ടുവരാനാകില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ. कितने भी साल मेहनत कर लो, जब तक आतंकवाद को पाताल तक दफन नहीं करेंगे, ट्रेड चालू नहीं होगा. आप ये मान. ജമ്മുകശ്മീരിനെ ഭീകരവാദത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാനാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ശ്രമിക്കുന്നതെന്നും ജമ്മുകശ്മീരിലെ പ്രചാരണ യോഗത്തിൽ അമിത് ഷാ പറഞ്ഞു. PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തരിഗാമി, കോൺഗ്രസ് മുൻ കശ്മീർ പ്രസിഡന്റ് ഗുലാം അഹമ്മദ് മിർ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഭീകരാക്രമണങ്ങൾ പതിവായ സാഹചര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരക്ഷാ ഏജൻസികളോട് റിപ്പോർട്ട് തേടി. സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് സെപ്റ്റംബർ 25-ന് 2ാം ഘട്ട തെരഞ്ഞെടുപ്പും ഒക്ടോബർ 1-ന് 3ാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും. 24 ഡൽഹി.
ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അതിജീവിതകളുടെ സ്വകാര്യത തകർത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് WCC. മൊഴികൾ ചാനലിന് നൽകിയതിന് പിന്നിൽ റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങളെന്ന് സംശയമുള്ളതായി WCC പറയുന്നു. സ്വകാര്യതയെ അവഹേളിക്കുന്ന ആക്രമണം എന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയെ WCC വിശേഷിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലും സർക്കാരിലുമുള്ള സംശയം. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും മൊഴി പുറത്തു വന്നതിലെ അമർഷം. ഇത് രണ്ടുമാണ് WCC റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് അയച്ച് തുറന്ന കത്തിൽ പ്രകടിപ്പിക്കുന്നത്. മൊഴി നൽകിയവർ ആരെന്ന് പുറം ലോകത്തിന് അറിയാൻ കഴിയുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത പുറത്തുവിട്ടതെന്ന് WCC കുറ്റപ്പെടുത്തുന്നു. മൊഴി പുറത്തായതിനു പിന്നിൽ സർക്കാരിനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയുമാണ് WCC സംശയിക്കുന്നത്. ഏറ്റവും സ്വകാര്യമായ മൊഴികൾ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നുവെന്ന ഗുരുതരാരോപണവും WCC ഉന്നയിക്കുന്നു. അതിജീവിതകൾ നൽകിയ മൊഴി കോടതി ഉത്തരവ് പോലും ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗുരുതരാരോപണം. വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സർക്കാരിന് അപ്പോൾ തന്നെ ഇടപെടാമായിരുന്നുവെന്നും നടി രഞ്ജിനി 24നോട്. അപ്പോ ഇത് ഇപ്പൊ മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൺ കോഷൻ. ആ ചാനലിക്ക് തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്തു വരുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗോടെ ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ WCCയുടെ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനുള്ള ഉത്തരവിൽ റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ സംഘം വാർത്താസമ്മേളനങ്ങൾ വിളിക്കരുത്, മാധ്യമ വിചാരണ പാടില്ല എന്ന നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. 24 കൊച്ചി. മലയാള സിനിമാ മേഖലയിൽ നിലവിലെ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടന രൂപീകരിക്കാൻ നീക്കം. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാകും സംഘടന. ആഷിഖ് കപൂർ, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവരാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് കപൂർ, രാജീവ് രവി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നത്. കാലഹരണപ്പെട്ട രീതിയിലുള്ള നിലവിലെ സിനിമാ രീതികളിൽ മാറ്റമാണ് സംഘടന ലക്ഷ്യമിടുന്നത്. തൊഴിലാളികളുടെ ശാക്തീകരണവും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നാണ് സംഘടനയുടെ വാഗ്ദാനം. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും. സമത്വം, സഹകരണം, സാമൂഹ്യനീതി മൂല്യങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുമെന്നും സിനിമാ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. സിനിമാ പിന്നണി പ്രവർത്തകരുടേതാകും കൂട്ടായ്മ. സംഘടന രൂപീകരിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് കൂട്ടായ്മ കടന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച് താരസംഘടനയായ അമ്മയിലും ഫെഫ്കയിലും വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് പുതിയ സംഘടനാ രൂപീകരണത്തിന്റെ തലപ്പത്തെന്നതും ശ്രദ്ധേയമാണ്. 24 കൊച്ചി. തൃശൂരിനെ കിടിലം കൊള്ളിക്കാൻ പുലികൾ ഒരുങ്ങുന്നു. പുലിക്കളിക്കുള്ള ചായക്കൂട്ട് തയ്യാറാക്കലും വിവിധ ദേശങ്ങളുടെ ചമയപ്രദർശനവും തുടങ്ങി. മറ്റന്നാളാണ് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നഗരത്തിൽ പുലികൾ ഇറങ്ങുന്നത്. വ്യത്യസ്ത നിറത്തിലുള്ള ഗൊറില്ല പൗഡറും പ്രൈമറും നിറക്കൂട്ടുകളും ചേർത്തരച്ചാണ് പുലികൾക്കുള്ള ചായം തയ്യാറാക്കുന്നത്. മെയ്യെഴുത്താണ് പുലിക്കളിയുടെ മുഖ്യ ആകർഷണം. ഈ ചായം എന്ന് പറയുന്നത് ഗറില്ല പൗഡർ എന്ന് പറയുന്ന പൗഡറാണ് നമ്മൾ വാർണിഷിൽ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. അത് ഗറില്ല പൗഡർ ചേർത്ത് വാർണിഷ് അതിനെ പാകപ്പെടുത്തി അത് നൂല് പോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാട്ടുരായ്ക്കൽ ദേശമാണ് ഇക്കുറി ആദ്യം നിറക്കൂട്ട് തയ്യാറാക്കാൻ തുടങ്ങിയത്. സസ്പെൻസുകൾ ഏറെയുണ്ടെന്ന് ദേശക്കാർ. അതിൽ വ്യത്യസ്തമായ രീതികളും ശൈലികളുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. അതെ, തീർച്ചയായും അത് സർപ്രൈസ് ആയിരിക്കും. ഒരു ചെറിയ മത്സര സ്വഭാവം നമ്മുടെ കയ്യിലുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ഓണം പിന്നെ എല്ലാവരും സംയുക്തമായുള്ള ഒരു ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദേശങ്ങളിലും വ്യത്യസ്തമായ അതിൽ നിന്ന് പ്രത്യേക ചെറിയ വ്യത്യസ്തതകളോടുകൂടി നമ്മൾ ഇറങ്ങും. വരയൻപുലി, ചെമ്പുലി, കരിമ്പുലി തുടങ്ങി പെൺപുലികൾ വരെ ഇത്തവണ തൃശൂരിന്റെ തെരുവീഥികൾ കീഴടക്കും. 7 ടീമുകളാണ് മത്സര രംഗത്തുള്ളത്. 24 തൃശൂർ. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.